ഈ മലപ്പുറം കൽപ്പന അനുസരിച്ച് ഇവിടെ ഭരണം നടത്തണം എന്ന നിലയിലേക്ക് കാര്യം പോവുകയാണ്. വേറെ എന്ത് പറഞ്ഞാലും അവർക്ക് അവരുടെ അഭിപ്രായം പറയുമ്പോൾ ഇരിക്കാൻ പറയുമ്പോൾ ഗവൺമെൻറ് കിടന്നു കൊടുക്കുകയാണ്. പിന്നെന്ത് ചെയ്യും? കാരണം നമ്മുടെ അഭിപ്രായങ്ങൾക്ക് വിലയില്ല, അവർ കേൾക്കുകയില്ല. നമ്മുടെ അഭിപ്രായങ്ങൾക്ക് വില ഉണ്ടാകണ്ടേ? നമ്മൾ വേലി പിടിച്ചോ ഓടിറക്കിയോ വന്നതല്ലല്ലോ, ഈ രാജ്യത്ത് തന്നെ ജനിച്ചു വന്നത്. ഇതെല്ലാം വന്നതെന്നാ വിദേശത്തുനിന്ന് വന്നതാണ്. വിരുദ്ധക്കാരായി വന്നവർ ഇന്നിപ്പോൾ വീട് ഭരിക്കുന്നു. വീട്ടുകാരിപ്പോൾ പുറമ്പോക്ക് കിടക്കുകയാണ്. ഇതാണിപ്പോൾ കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾ ആരാണ്? അവരെല്ലാം ഇവിടുത്തുകാരാണ്. മതം മാറി അല്ലാതെ ഇവിടെ വന്നിട്ട് അവരിന്ന് കേരളം ഭരിക്കുകയാണ്. നമ്മൾ കേരളത്തിൽ ജനിച്ചു വളർന്ന് നമ്മുടേതായ വന്ന ആളുകൾ പുറമ്പോക്കി കിടക്കുന്ന ദുരവസ്ഥ ഇവിടെ നിലനിൽക്കുന്നുവെങ്കിൽ എൻ്റെ കാരണം ഗുരുവിൽ നിന്ന് നാം അകന്നുപോയി. സംഘടിച്ച് ശക്തരാൻ ഗുരു നമ്മളെ ഉപദേശിച്ചെന്തിനാണ്? കണ്ടവരെ വെല്ലുവിളിക്കാനല്ല, നമുക്ക് അവകാശപ്പെട്ട് ചോദിച്ചു വാങ്ങുവാനുള്ള ഊർജം. അതുകൊണ്ടല്ലേ ഡോക്ടർ പൽപ്പ് പറഞ്ഞില്ലേ, ഈഴവത്തി വെറ്റ ഈഴവനാണെന്ന് പറയുന്നത് ഞാൻ അഭിമാനം കൊള്ളുന്നു എന്ന് പറഞ്ഞ ആ ഡോക്ടർ പൽപ്പിൻ്റെ അഭിമാനബോധം ഓരോ ഈഴവൻ്റെ രക്തത്തിലുണ്ടാകും.